രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്കും അവരുടെ പ്രവർത്തനത്തിന് ഇടയിൽ തിരിച്ചടികൾ ലഭിക്കാറുണ്ട്. പല വിധത്തിലാകാം. രാഷ്ട്രീയ തിരിച്ചടിയാകാം, അതല്ലെങ്കിൽ മുന്നണിക്കകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാകാം, അതല്ലെങ്കിൽ കോടതിയിൽ നിന്നാകാം. എന്നാൽ നിരന്തരം തിരിച്ചടി ലഭിക്കുക എന്ന് വെച്ചാലോ, ചെയ്യുന്നതെല്ലാം പിഴവാണ്, പറയുന്നതെല്ലാം തെറ്റാണ് എന്നതിൻ്റെ സൂചനയല്ലേ? ഇപ്പോഴിതാ ഹൈക്കോടതിയിൽ നിന്നാണ് UDF നേതാക്കൾക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക്, BJP നേതാക്കൾക്ക്, പ്രത്യക്ഷമായി BJP നേതാക്കൾക്ക് ആണെങ്കിലും അവരോടൊപ്പമാണ് ഇക്കാര്യത്തിൽ UDF നേതാക്കളുടെയും മനസ്സ്. അതുകൊണ്ട് UDFനും തിരിച്ചടി കിട്ടി, BJPക്കും തിരിച്ചടി കിട്ടി. BJPക്ക് എന്ന് പറയുമ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം വളരെ വിവരമുള്ള, വിദ്യാഭ്യാസ യോഗ്യതയുള്ള സംരംഭകനാണ്, വ്യവസായിയാണ് എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത്. എന്നാൽ പറയുന്നതെല്ലാം മണ്ടത്തരങ്ങളാണ് എന്ന് അടുത്തിടെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഇപ്പോൾ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ രാജീവ് ചന്ദ്രശേഖരനാണ്, BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം കോടതിയിൽ പോയിരുന്നു കഴിഞ്ഞ ദിവസം. ശബരിമല SITയുടെ അന്വേഷണം തൃപ്തികരമല്ല എന്നും ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ CBIക്ക് വിടണം എന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഇന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരന്. കേസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരു തരത്തിലും കേസ് CBIക്ക് വിടേണ്ട ആവശ്യമില്ല. കേരളത്തിലും ഇന്ത്യയിലെയും ഏറ്റവും പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണ് SITയിലുള്ളത്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളത്. അവരുടെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തുന്നു ഹൈക്കോടതി. അതോടൊപ്പം ഹർജിക്കാർ കോടതിയിൽ വാദിച്ചത് എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖരന്റെ അഭിഭാഷകൻ, അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളുടെ അഭിഭാഷകരും വാദിച്ചത് കീഴ്ക്കോടതികൾ, ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതികൾ, വിചാരണ കോടതികൾ, പ്രത്യേകിച്ച് വിജിലൻസ് കോടതി, ഇവരൊക്കെ നടത്തിയ പരാമർശങ്ങൾ അതൊക്കെ തെളിയിക്കുന്നത് SITയുടെ അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നത് എന്നാണ്. അപ്പോൾ കോടതി പറഞ്ഞ മറുപടിയുണ്ട്. കോടതി പറഞ്ഞത് കീഴ്ക്കോടതികൾ എന്ന് വെച്ചാൽ വിചാരണ കോടതികൾ കേസിൻ്റെ പരിഗണന ഘട്ടത്തിൽ എന്തെങ്കിലും പരാമർശം നടത്തിയിട്ടുണ്ട് എങ്കിലും അതൊന്നും ഞങ്ങൾ പരിഗണിക്കുന്നില്ല. ഹൈക്കോടതിയുടെ മുന്നിൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ മുന്നിൽ SIT തരുന്ന തെളിവുകളുണ്ട്, റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടുകൾ ശരിയായ ദിശയിലാണ് അന്വേഷണം പോകുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. രൂക്ഷമായ പ്രതികരണമാണ് കോടതി നടത്തിയിരിക്കുന്നത്. കേസിലെ ഏതെങ്കിലും പ്രതികൾക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് വിചാരണ കോടതി എന്തെങ്കിലും പരാമർശം നടത്തിയതൊന്നും ഹൈക്കോടതി കാര്യമാക്കുന്നില്ല. അന്വേഷണം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. SITയുടെ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുന്നു ഹൈക്കോടതി. ഹർജി ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഹർജിക്കാരനെ എന്ന് വെച്ചാൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ, അവരോട് മനസ്സുകൊണ്ട് യോജിക്കുന്ന UDFന് ഏക ആശ്വാസം. ഇതുമാത്രമല്ല, അതിനുശേഷം കോടതി പറയുന്നു കേസ് അന്വേഷണം മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതുകൊണ്ട് ഒരാശങ്കയും ആർക്കും ആവശ്യമില്ല. കേസ് അന്വേഷിക്കുന്നത് രാജ്യത്തെയും സംസ്ഥാനത്തെയും ഏറ്റവും മികച്ച പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഈ ഘട്ടത്തിൽ അന്വേഷണത്തിൽ കോടതി ഇടപെടുന്നില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നു ഹൈക്കോടതി. ഇതുപോലെ നേരത്തെയും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് UDF. എന്തൊക്കെയാണ് വിഷയങ്ങൾ? ഒന്ന്, സന്ദേശം അയച്ചു, ഡാറ്റ ചോർത്തി സന്ദേശം അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി എടുത്ത് കൊട്ടയിലിട്ടു ഹൈക്കോടതി. അതിനു മുമ്പ് ജനകീയ സർവേക്കെതിരെയായിരുന്നു വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയും വെണ്ടക്ക വാർത്തകൾ വരികയും ഒക്കെ ചെയ്തത്. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചു പ്രതിപക്ഷത്തിന്. അപ്പോൾ വലിയ ആഘോഷമായിരുന്നു. പക്ഷേ സുപ്രീം കോടതി എത്തിയപ്പോൾ കേസ് തന്നെ വേണ്ടെന്ന് പറയുകയും ഹൈക്കോടതി വിധി റദ്ദാക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിലാണ് PRD പരസ്യത്തിന് എതിരെ DCC പ്രസിഡന്റ്, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ കേസ് തന്നെ നിലനിൽക്കില്ല എന്ന് പറഞ്ഞു ഹൈക്കോടതി കഴിഞ്ഞ ദിവസം. ഇങ്ങനെ വിവിധ സംഭവങ്ങളിൽ ഹൈക്കോടതിയിൽ നിന്ന് നിരന്തരം തിരിച്ചടി വാങ്ങിക്കൊണ്ടിരിക്കുന്നു UDF ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് BJPയും. സർക്കാർ മുന്നോട്ട് പോകുന്നത് ശരിയായ രീതിയിലാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഹൈക്കോടതിയും അതേപോലെ സുപ്രീം കോടതിയും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും
പരിശോധിക്കുകയും ചെയ്തതിനു ശേഷം എല്ലാം നടക്കുന്നത് ശരിയായ രീതിയിലാണ് എന്ന് പറയുന്നു. UDFും BJPയും മുന്നോട്ട് കൊണ്ടുവരുന്ന ഒന്നും എവിടെയും എത്തുന്നില്ല എന്ന് മാത്രമല്ല, അതെല്ലാം തിരിച്ചടിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ഈ വാർത്തയും വിളിച്ചു പറയുന്നത്.